நான் சொல்றேன். நான் ஒண்ணு உங்களை மாதிரி இல்லை மேடம். விசாரணை கூட்டு வந்து கொலை பண்றதுக்கு. ഭയങ്കര ലുക്ക് കേട്ടോ അല്ലേ? கைதிலே சிறந்த கைதி. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സൈറൻ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. അപ്പൊ നമുക്കറിയാം ജയൻ രവി, കീർത്തി സുരേഷ് ഇവർ രണ്ടുപേരാണ് ഈ മൂവിയിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഒരു ടീസർ സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അനുഭവം പരമേശ്വരൻ ഉണ്ടെന്നു അല്ലെ പടത്തിൽ. അവര് മൂന്നുപേരെന്നുള്ളത്. അതിന്റെ അകത്ത് കീർത്തി സുരേഷിന് നല്ല റോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ തോന്നട്ടെ, എനിക്ക് ഓർമ്മയില്ല. ജി പ്രകാശിന്റെ മ്യൂസിക്കാണ്. സാം സി എസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ആന്റണി ഭാഗ്യരാജൻ ഡയറക്ടർ. നമുക്ക് നേരെ ആ ട്രെയിലർ കണ്ടുനോക്കാം. റെഡിയാ? റെഡി. நிறைய கேஸ்ல டாக்டர் சொல்றது உண்மைதான். 5 நிமிஷம் முன்னாடி கூட்டு வந்திருந்தா பேஷண்ட்டை காப்பாத்திருக்கலாம். அந்த 5 நிமிஷம் நம்ம கையில தான் இருக்கு. അഞ്ച് നിമിഷം ആലൊക്കെ നല്ല രസമുണ്ടല്ലേ? ഓ മറ്റേ ലോക്ക് കാണിക്കുന്നു. எல்லா ஆம்பளைங்களுக்கும் அவங்க வாழ்க்கையில 2 தேவதைங்க கிடைப்பாங்க. ஒண்ணு நமக்காகவே பிறந்தது, இன்னொன்னு நமக்கே பிறந்த தேவதை. ഓ அவங்க 2 பேருக்கும் ஏதாவதுன்னா நம்மளால தாங்கிக்க முடியாது. അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആണ്. புரியல மேடம். எவ்வளவு நல்லவனா இருக்கு. நீ இப்படின்னா கொலை பண்ண 95ல இந்த மாதிரி மர்டர் ஆன வழிய நான் தான் போஸ்ட்மார்ட்டம் பண்ணேன். எப்படி இந்த பேட்டர்ன் கொலை பண்ணாங்க? അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് എന്നാണ് ആളിങ്ങനെ ആവുന്നത് കേട്ടോ. പ്രകൃതി ഓം ജൂറിസ്ഡിക്ഷനിൽ ഓം വിരോധക്കാരங்க மட்டும் சாகறாங்க. உங்களுக்கு இந்த கொலைக்கு சம்பந்தம் നല്ല വിജയം. நீங்க என்ன கதை வேணா எழுதுங்க. நடந்தது என்னன்னு நான் கண்டுபிடிக்கிற வரைக்கும். நான் யாரையும் கொலை பண்ணல பண்ண மட்டும் சொல்றாத. என்ன பண்ணிடாம அந்த பொண்ணு. நீ பண்ணியா இல்லையான்னு நான் சொல்றேன். நான் ஒண்ணு உங்களை மாதிரி இல்லை மேடம். விசாரணை கூட்டு வந்து கொலை பண்றதுக்கு. ഓ ഭയങ്കര ലുക്ക് കേട്ടോ അല്ലേ? கைதிலே சிறந்த கைதி. ഇവര് മൂന്നുപേരാട്ടോ മെയിൻ റോള്. 108 എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ. സൈറൻ 108. യെസ്, 108 ആണോ 100 ആണോ എന്നറിയില്ല. അങ്ങനെ 108 നമ്പറാണോ? 108 ആണോ 100 ആണോ എന്നറിയില്ല. അവിടെ എന്തൊരു നമ്പർ കാണിച്ചിട്ടുണ്ട്. സംഭവം ടീസർ പോലെ അല്ല കേട്ടോ. നമ്മൾ ആ സമയത്ത് കണ്ടപ്പോ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ജസ്റ്റ് എന്തൊക്കെയോ ഒരു മാസം ഇങ്ങനെ കാണിക്കുന്നത്. ബർത്ത്ഡേ ആണെന്നായിരുന്നു. അതായത് അതിന്റെ അകത്ത് എനിക്കൊന്ന് അത് ചിലപ്പോ കുറച്ചും കൂടി കട്ട് വേർഷൻ ആയിരിക്കില്ല പ്രോപ്പർ ആയിട്ട്. പക്ഷെ ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ആ ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സോള് ട്രെയിലർ തന്നെ നമുക്ക് കാണിച്ചു തന്നു. ശരിക്കും ആ ഒരു ഫാമിലി സോൾ. എനിക്ക് ജയന്റെ മകളാണോ എനിക്ക് കീർത്തി സുരേഷ്? മറ്റേ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതായത് മാഡം എന്ന് കുറെ അധികം ഇരുത്തി വിളിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പിടിതരാതിരിക്കാൻ, കാരണം അവിടെ പ്രായം കുറഞ്ഞ ലുക്കിലാണ് അവിടെ കാണിക്കുന്നത്. കുട്ടി ഉണ്ടായ സംഭവങ്ങള് വലുതായതൊക്കെ കാണിക്കുന്നത്. ഇനി അതാണോന്ന് അറിയില്ല. സുരേഷ് അത്ര പ്രായമായിട്ട് കാണിക്കുന്നില്ല. കുറച്ച് പ്രായം കുറവ് തോന്നിക്കുന്നുണ്ട് കാണുന്ന സമയത്ത്. അതായത് പുതിയതായിട്ട് പോലീസിൽ വന്ന് പക്ഷെ എനിക്ക് കീർത്തി സുരേഷിന്റെ ക്യാരക്ടറിൽ ഭയങ്കര ഒരു മിസ്റ്ററി തോന്നുന്നുണ്ട്. അത് ആ ഒരു ക്യാരക്ടർ
ക്യാരക്ടറും ചിലപ്പോ എന്താ പറയാ ആ ക്യാരക്ടർ ആകോ ഇനി മെയിൻ വില്ലൻ എന്നുള്ള ഒരു തോന്നൽ ചെറുതായിട്ട് പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ തമ്മിലിൽ കാണിച്ച പോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ഇമ്പോർട്ടൻസ് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം കീർത്തി സുരേഷ് ആയാലും ജയൻ രവി ആയാലും രണ്ടുപേരും ആ തമ്മിലിൽ അങ്ങനെയല്ല കൊടുത്തേക്കണം. ആ ഒരു സംഭവം തന്നെ ട്രെയിലറിലും കംപ്ലീറ്റ്ലി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ യോഗി ബാബുവിന്റെ റോളും നല്ല റോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജയിലർ മൂവിയിലെ അതായത് ഈ മൂവി കാണുന്ന ഇതിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് എവിടേക്കോ നമ്മള് കണ്ട എവിടേക്കോ ഒരു മൂവിയില് പ്രത്യേകിച്ച് അച്ഛൻ മകളാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുരേഷ് ചേട്ടന്റെ ഒരു പടം ഉണ്ടല്ലോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഗരുഡന് മുന്നേ ഇറങ്ങിയിട്ടുള്ള പടം പാപ്പനോ പാപ്പനിൽ അങ്ങനെയല്ലേ മകൾ അച്ഛൻ മകൾ ആ ഒരു സംഭവമല്ലേ വരുന്നത്. അതായത് അമ്മേനെ കൊന്നു എന്നുള്ള രീതി തന്നെയല്ലേ അവിടെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ. അപ്പൊ അതുപോലെയാണ് എനിക്ക് പല ഫ്രെയിമിലും തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സംഭവം എന്നുണ്ടെങ്കിൽ നല്ലൊരു സോൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ചിലപ്പോൾ വില്ലൻ ആരാന്ന് മനസ്സിലാവില്ല. ആ ഒരു തന്നെയായിരിക്കും. പിന്നെ നമ്മളെ ഫസ്റ്റ് മുതലേ ചിലപ്പോൾ വില്ലനായിട്ട് തോന്നുന്ന രീതിയിൽ കാണിക്കുന്നത് ജയൻ രവിനെ ആയിരിക്കും. കാരണം ജയൻ രവിയുടെ ഒരു വേറൊരു സ്റ്റൈല് ഫേസിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് മാത്രമല്ല അവർ പറയുന്ന ഏകദേശം ആ ഒരു ജയൻ രവിയാണ് കൊന്നതെന്നുള്ള രീതിയിലാണ് ഏകദേശം പറയുന്നതൊക്കെ. അപ്പം അതിന്റെ ബേസിലായിരിക്കും സംഭവം കാണിക്കാൻ പോകുന്നത്. ആ ഒരു ത്രില്ലർ മോഡിൽ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല പടം. അല്ലെ ആ ഒരു ഗെയിം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗെയിം ഉണ്ടാവും. പിന്നെ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിരിക്കും. സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇപ്പൊ ഈ ട്രെയിലറിലാണെങ്കിൽ കീർത്തിനെ പോലീസ് സ്റ്റേഷൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡ് നല്ല രസമുണ്ട്. സംസാരിക്കുന്ന സമയത്ത് അധികം ചിരിയോ സംഭവങ്ങളൊന്നും ഫേസിലില്ലാണ്ട് ആ ഒരു പോലീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര യങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നല്ല യങ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്നാള് എന്താ പറയാ കുറച്ച് ബോഡിയൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു ഈ ഒരു റോളിന് വേണ്ടി. യൂണിഫോം ഇടണം. അപ്പൊ അതുകൊണ്ട് ചെറിയതായിട്ട് തോന്നിക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് അച്ഛൻ മകൾ ആ ഒരു കോൺസെപ്റ്റ് വന്നത് ചിലപ്പോൾ ആകാം എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താ മൂവി എന്നുള്ള. ഇത് അത്യാവശ്യം എനിക്കുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രെയിലർ. ഇത് കാണാൻ രസമുണ്ടല്ലോ. കാരണം അതിന്റേതായ ഒരു ഫീൽ നമുക്ക് കാണാൻ തോന്നുന്നുണ്ട്. സിനിമ കാണാനൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാന്നുള്ളത് അല്ലെ. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.